വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപ്രതീക്ഷിത മാറ്റം. തൃശൂരിൽ കെ മുരളീധരൻ ഇറങ്ങും. ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും വടകരയിൽ ഷാഫി പറമ്പലും മത്സരിക്കും. മുരളീധരന് വേണ്ടി ചുവരെഴുതി ടി എൻ പ്രതാപൻ. ബി.ജെ.പിയിലേക്കെന്ന വാർത്ത നിഷേധിച്ച് മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ. ബി.ജെ.പി നേതാവ് വീട്ടിലെത്തി ചർച്ച നടത്തി. ഒരു 2 മാസത്തിന് മുൻപ് ചെന്നൈയിൽ നിന്ന് അവിടെ ദേശീയ എക്സിക്യൂട്ടീവ് വന്നു. അപ്പോൾ അദ്ദേഹം വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവരുടെ പാർട്ടിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ വരാനുള്ള ഒരു താല്പര്യത്തിലോ സാഹചര്യത്തിലോ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പാർട്ടി എന്നെ വിളിച്ചതും സ്റ്റേറ്റ് സെക്രട്ടറി ചെന്ന് കണ്ടതും ജില്ലാ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചത്. ഒരു പാർട്ടിയിലേക്കുമില്ലെന്നും രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട്. സസ്പെൻഷൻ കാലാവധി തീരുമ്പോൾ രാജേന്ദ്രൻ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന് CPM. കടമെടുപ്പ് പരിധി ഉയർത്തൽ ചർച്ച പരാജയം. കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി. അധിക തുക അനുവദിക്കാനാവില്ലെന്ന് കേന്ദ്രം. കേരളം ആവശ്യപ്പെട്ടത് 19,370 കോടി. രാജ്യത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ചു. സിലിണ്ടറിന് കുറച്ചത് 100 രൂപ. വനിതാ ദിന സമ്മാനമെന്ന് പ്രധാനമന്ത്രി. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന് പോലീസ്. പ്രധാന പ്രതി സിൻജോ ജോൺസൺ കൈവിരലുകൾ കൊണ്ട് കണ്ടനാളം അമർത്തി. വെള്ളമിറക്കാൻ പോലും സിദ്ധാർത്ഥന് കഴിഞ്ഞില്ലെന്നും മൊഴി.